പാപത്തിൻ്റെ വലിപ്പവും പാപത്തിൻ്റെ തീവ്രതയും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ നമ്മൾ പെന്തക്കോസ്തുകാർ, വിശ്വാസ സമൂഹം, ദൈവമക്കളെന്ന് പറയുന്ന നമ്മൾ അതമ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെയും എൻ്റെയും അശുദ്ധിയെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എത്രമാത്രം നമ്മുടെ ജീവിതം അതമ്പതിച്ചു എന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. കാരണം എന്താണ്? യെശയ്യാ പ്രവാചകൻ യഹോവയായ ദൈവത്തിൻ്റെ മഹത്വത്തെ താൻ തിരിച്ചറിഞ്ഞു. അവൻ്റെ വലിപ്പത്തെ അവൻ തിരിച്ചറിഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഞാനോ അശുദ്ധിയുള്ള മനുഷ്യൻ, അശുദ്ധിയുള്ള ജനം തിങ്ങിപ്പാർക്കുന്ന ഈ ലോകത്ത് ഞാൻ ജീവിക്കുകയാണ്. കാരണം എന്താ? അവൻ്റെ മഹത്വം, അവൻ്റെ പരിശുദ്ധമായ അനുഭവം താൻ തിരിച്ചറിഞ്ഞു. നമുക്ക് അറിയേണ്ടതുപോലെ അവനെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട് ഇതിനകത്ത് ജനിച്ചു വളർന്നവർ. എന്നിട്ടും നമ്മുടെ പാപവും നമ്മുടെ ബലഹീനത, നമ്മുടെ അതമ്പതിച്ചു പോയ ജീവിതത്തെയൊന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. വാക്കുകളിലല്ല, കേട്ടറിവിലും വായന അറിവിലുമല്ല അവനെ അറിയേണ്ടത്. അവനെ അറിയേണ്ടതുപോലെ ഹൃദയം കൊണ്ട് അറിയുക, മടങ്ങി വരിക അശുദ്ധിയിൽ നിന്നും, പാപത്തിൽ നിന്നും. ഗോഡ് ബ്ലസ് യു.